ഹലോ എവ്രി വൺ. ഇന്ന് നമ്മുടെ റൈസപ്പ് ഡെയിലി ആൻസർ റൈറ്റിംഗ് ക്ലബ് ഡേ 46 ആണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പോളിറ്റിയുടെ ഡേ 45 പോളിറ്റിയുടെ ക്വസ്റ്റ്യൻ നോക്കിയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് പോളിറ്റി ആണ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കുറച്ച് ഒരു 2019 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഇച്ചിരി ചാലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ക്വസ്റ്റ്യൻ ഞാൻ പറയാം. പാർലമെന്റ്സ് പവർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ ലിമിറ്റഡ് പവർ ആൻഡ് ഇറ്റ് കനോട്ട് ബി എൻലാർജ്ഡ് ഇൻ ടു അബ്സല്യൂട്ട് പവർ. In the light of the statement, explain whether Parliament under Article 368 of the Constitution can destroy the basic structure of the Constitution by expanding its amending power. അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഈ ക്വസ്റ്റ്യന്റെ ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഫസ്റ്റത്തെ ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ് അത് ഡയറക്ട്ലി ടേക്കൺ ഫ്രം ദ കേശവാനന്ദ ഭാരതി കേസാണ്. ഓക്കെ, അപ്പൊ നമ്മളോട് അവർ പറഞ്ഞിരിക്കുന്നത് പാർലമെന്റിന്റെ പവർ ഇസ് എ ലിമിറ്റഡ് പവർ ആൻഡ് ആൻ ആബ്സല്യൂട്ട് ആൻഡ് ഇറ്റ് കാനോട്ട് ബി എൻലാർജ്ഡ് ഇൻ ടു ആബ്സല്യൂട്ട് പവർ. ആൻഡ് വാട്ട് വി ഹാവ് ടു ഡു ഇസ് എക്സ്പ്ലെയിൻ വെദർ ദ പാർലമെന്റ് ക്യാൻ expand the amending power under Article 368 in a way that it can destroy the basic structure of the Constitution. അപ്പൊ ഇതിൽ ഒരു ചാലഞ്ചിങ് ഫാക്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് പാർലമെന്റിന് ബേസിക് സ്ട്രക്ചർ ഓഫ് ഡോക്ട്രിൻ ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിലേക്ക് ഇതിന്റെ അമെൻഡിങ് പവർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം, നോ, പറ്റില്ല, അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇതിന്റെ ആൻസർ പറ്റില്ല എന്ന്. പക്ഷെ ഇവിടെ ഈ നോ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് മെയിൻസ് ക്വസ്റ്റ്യൻ ആണ്. നോ എന്ന് എഴുതാൻ വേണ്ടി നമുക്ക് പറ്റില്ല. പ്രിലിംസോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ നോ എന്ന് നമുക്ക് പറയായിരുന്നു. ബട്ട് ഹിയർ വി ഹാവ് ടു സേ നോ ഇൻ സച്ച് എ വേ ദാറ്റ് we have to fill this paper subjective mannerൽ ഇത് പറയണം. ആൻഡ് 15 മാർക്കർ ആണ്. 3 പേജസ് ഫില്ല് ചെയ്യാനുള്ള രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ നോ പറയണം. അതാണ് ഇവിടുത്തെ ഇന്നത്തെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് ആയിട്ട് വരുന്നത്. ഇപ്പൊ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഇത് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ വളരെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് കാണുമ്പോൾ നമുക്ക് എഴുതാൻ തോന്നുന്ന ഒരു സാധനം ഒന്ന് എവല്യൂഷൻ ഓഫ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ, അതുപോലെ തന്നെ അതിന്റെ കേസസ് ഇന്ന കേസുകളാണ്. അങ്ങനെയുള്ള രീതിയിലേക്ക് ഇത് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ എടുത്തതും. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അപ്പോ ഇതിലിപ്പം എന്താണ് നമ്മൾ ഇതിലെ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നതെന്നും എങ്ങനെ ഇത് അറ്റംപ്റ്റ് ചെയ്യാമെന്നുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം വി ക്യാൻ റൈറ്റ് ദി ഇൻട്രൊഡക്ഷൻ. നമുക്ക് ഇൻട്രൊഡക്ഷൻ എന്താ എഴുതാൻ പറ്റുമെന്ന് പറയാം. അതിന് മുന്നേ ഇതിന്റെ ബോഡി പാർട്ടിനെ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതില് ബേസിക്കലി ചോദിച്ചിരിക്കുന്ന ഫസ്റ്റത്തെ ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ് എന്തായാലും നമ്മൾ അഡ്രസ് ചെയ്യണം, കാരണം 15 മാർക്കർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ബേസിക്കലി പാർലമെന്റിന്റെ power to amend the constitution is a limited power. This is one part of the question. And next part is, can this power can parliament expand this power such that it destroys the basic structure. അപ്പം ഇതാണ് ബേസിക്കലി നമ്മൾ ഇവിടെ അഡ്രസ് ചെയ്യേണ്ട രണ്ട് ഫാക്ടേഴ്സ്. അതായത് പാർലമെന്റിന്റെ ലിമിറ്റഡ് പവർ ആണ് വൈ, ആൻഡ് ക്യാൻ പാർലമെന്റ്സ് പവർ എക്സ്പാൻഡ് അണ്ടർ ആർട്ടിക്കിൾ 368 such that it destroys basic structure doctrine. അപ്പം ആദ്യം നമ്മൾ പറയേണ്ടത് പാർലമെന്റിന്റെ പവർ ലിമിറ്റഡ് പവർ ആണ്. എന്തുകൊണ്ടാണ്? പാർലമെന്റിന് ഈ പവർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ സച്ച് ദാറ്റ് ഇറ്റ് ഡിസ്ട്രോയ്സ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ. ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? സപ്പോസ് പാർലമെന്റ് അത് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ വാട്ട് ഹാപ്പൻസ്? ഈ ഭാഗം കൂടി എക്സ്പ്ലെയിൻ ചെയ്താലേ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ഇതിന്റെ ബോഡി പാർട്ടിനെ ഇങ്ങനെയാണ് അപ്രോച്ച് ചെയ്യാൻ പറ്റുക. അപ്പൊ പാർലമെന്റിന്റെ പവർ ലിമിറ്റഡ് പവർ ആണെന്ന് നമ്മൾ പറയാൻ കാരണം എന്താ? എങ്ങനെയാണ് പാർലമെന്റിന്റെ പവർ ലിമിറ്റഡ് ആവുന്നത്? ദാറ്റ് വി ഹാവ് റിട്ടൺ ഹിയർ. ഫസ്റ്റ് പാർട്ടിൽ എന്തുണ്ട്? ഒന്ന് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഉണ്ട്. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ അനുസരിച്ചാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പാർലമെന്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് പറ്റിയ അതെന്തുകൊണ്ട്, അതിന്റെ കേസ് എന്താണെന്നുള്ളതും കൂടി ഇവിടെ കൊടുക്കുക. സിമിലർലി പാർലമെന്റിന്റെ അമെൻഡിങ് പവർ ഒക്കെ ജുഡീഷ്യൽ റിവ്യൂവിന് സബ്ജക്റ്റഡ് ആണ്. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് സബ്ജക്റ്റഡ് ആണ്. അപ്പോൾ അത് വരുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? ഇൻവാലിഡേറ്റ് ചെയ്യാം അമെന്റ്മെന്റ്സ്, സ്ട്രക്ക് ഡൗൺ ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് NJAC കേസ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവരാം. ഇഷ്ടംപോലെ കേസുകൾ നിങ്ങൾക്ക് അറിയാവുന്ന കേസുകളുണ്ട്. നിങ്ങൾ ഈ എവല്യൂഷൻ പഠിച്ച സമയത്തൊക്കെയുള്ള കേസുകൾ
ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. സിമിലർലി പ്രൊസീജിയർ ലിമിറ്റേഷൻ ഓൺ ആർട്ടിക്കിൾ 368 ഉണ്ട്. എന്താണ്? സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഡോക്ടറിൻ ഓഫ് സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, കേശവാനന്ദ ഭാരതി കേസിൽ എമർജ് ചെയ്തത്. സുപ്രീമസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാർലമെന്റിന്റെ അമെൻഡിങ് പവർ ഡിറൈവ് ചെയ്യുന്നത് തന്നെ ഈ പറയുന്ന സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനോട് സുപ്രീമായിട്ട് പാർലമെന്റ് ഇരിക്കാൻ പറ്റില്ല. അതായത് സുപ്രീമസി ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞ ഒരു ആസ്പെക്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല. സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ബേസിക്കലി ഉള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ചെക്സ് ഫ്രം ഫണ്ടമെന്റൽ റൈറ്റ്സ് കൊണ്ടുവരാം. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എടുത്തു കളയുന്ന അല്ലെങ്കിൽ അബ്രോഗേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പാർലമെന്റിന്റെ അമെൻഡിങ് പവർ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സിമിലർലി ബാലൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ ഫെഡറലിസം ആസ് എ ലിമിറ്റേഷൻ ഓൺ അമെൻഡിങ് പവർ. ഫെഡറലിസം എന്ന് പറയുമ്പോൾ റേറ്റിഫിക്കേഷൻ ബൈ സ്റ്റേറ്റ് ഈ പറയുന്ന അമെൻമെന്റിന് ആവശ്യമുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എന്താണ്? ലിമിറ്റഡ് പവർ ഓഫ് ദ പാർലമെന്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ആസ്പെക്ടിലേക്ക് വന്നു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ അവിടെ അഡ്രസ്ഡ് ആയി. വൈ പാർലമെന്റ്സ് പവർ ഇസ് ലിമിറ്റഡ് അല്ലെങ്കിൽ ഹൗ പാർലമെന്റ്സ് പവർ ഇസ് ലിമിറ്റഡ് എന്നുള്ള ഭാഗം അവിടെ അഡ്രസ്ഡ് ആയി. ആൻഡ് സെക്കൻഡ് പാർട്ട് എന്താണ്? പാർലമെന്റിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ സച്ച് ദാറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഹാപ്പൻസ്. അപ്പൊ അത് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? പറ്റില്ല എന്ന് പറയും. ബട്ട് വാട്ട് ഹാപ്പൻസ് വെൻ പാർലമെന്റ് ട്രൈസ് ടു എക്സ്പാൻഡ് ഇറ്റ്സ് പവർ? അതാണ് ഇവിടെ ഉള്ളത്. എന്ത് വരും? ജുഡീഷ്യൽ റിവ്യൂ ഓഫ് അമെൻമെന്റ്സ് വരും. ജുഡീഷ്യൽ റിവ്യൂ ഓഫ് അമെൻമെന്റ്സിൽ ബേസിക് സ്ട്രക്ചർ വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ജുഡീഷ്യറി ചെക്ക് ചെയ്യും. ജുഡീഷ്യറി ആക്ട് ആസ് എ ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ജുഡീഷ്യറി ഡിക്ലെയർ സച്ച് അമെൻമെന്റ്സ് ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. NJSC കേസ് ഓക്കെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യും. അതാണ് നിങ്ങൾ സെക്കൻഡ് പാർട്ടിൽ പറയേണ്ടത്. അത് നിങ്ങൾക്ക് കേസസ് അതിൽ നിങ്ങൾക്ക് ഇപ്പൊ ഞാനിവിടെ 1-2 കേസുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേറെ കേസ് ലോസ് യൂസ് ചെയ്തിട്ട് റെലവെന്റ് ആയി അത് എഴുതി നിങ്ങൾക്ക് ആ 3 പേജിൽ ഇതിനെ എന്താണ് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റിന്റെ ബോഡി അപ്രോച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇത് ഡീവിയേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇതിന്റെ ഇൻട്രോ യു ക്യാൻ റൈറ്റ് വാട്ട് എവർ യു വോണ്ട് ലൈക്ക് റിഗാർഡിംഗ് ദ അമെൻഡിങ് പവർ ഓഫ് പാർലമെന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ലിമിറ്റഡ് അമെൻഡിംഗ് പവർ ഇറ്റ് സെൽഫ് ഫോംസ് എ പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ. കേശവാനന്ദ ഭാരതിയിലുള്ളതാണ്. പാർലമെന്റിന്റെ ലിമിറ്റഡ് അമെൻഡിംഗ് പവർ തന്നെ ഒരു ബേസിക് സ്ട്രക്ചർ ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റ് ആയിട്ട് ഇവിടെ കൊണ്ടുവരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അമെൻഡിംഗ് പവർ വെച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലിവിംഗ് ഡോക്യുമെന്റ് ആണ് എന്നുള്ള രീതിയിലേക്ക് പാർലമെന്റിന്റെ അമെൻഡിംഗ് പവർ ഉണ്ട്, ബട്ട് ഇറ്റ് ഹാസ് സം ലിമിറ്റേഷൻസ് എന്നുള്ള രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് ഇതിന്റെ ഫ്ലോ അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഇതിന്റെ ഇൻട്രോ എഴുതാൻ വേണ്ടി പറ്റുമേ. അതുപോലെ തന്നെ കൺക്ലൂഷനിലേക്കാണെങ്കിലും നിങ്ങൾ ആ ഒരു ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചറിന്റെ ആസ്പെക്റ്റും കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഹൗ ഇറ്റ് എൻഷ്യൂർസ് ദ ഡെമോക്രസി ആൻഡ് ഇൻക്ലൂസീവ് ജഡ്ജ്മെന്റ്സ് അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് സെയിം കണ്ടന്റ് ആയിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റുകളൊന്നും നിങ്ങൾക്ക് അറിയാത്തതല്ല, നിങ്ങൾ ലക്ഷ്മികാന്ത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റുകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സെയിം കണ്ടന്റ് ആയിരിക്കും ഉണ്ടാവുക. ബട്ട് സം പീപ്പിൾ ഹാസ് ദ എബിലിറ്റി ടു പ്ലേസ് ദ കണ്ടന്റ് അപ്രോപ്രിയറ്റ്ലി അല്ലെങ്കിൽ പ്രോപ്പർലി പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ളവർ ഈ പറയുന്ന ക്വസ്റ്റ്യന് സ്കോർ ചെയ്ത് പോകും. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? ഈ എവല്യൂഷനും കാര്യങ്ങളൊക്കെ എഴുതുന്നവർക്ക് സ്കോറിംഗ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ആൻസർ എഴുതാൻ നോക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഫ്യൂച്ചറിലാണെങ്കിലും നമ്മൾ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക, ഇതുപോലെയാണോ വന്നിരിക്കുന്നത് എന്നൊക്കെ. നെക്സ്റ്റ് ഡേ നമുക്ക് ഇതുപോലെ വേറൊരു ക്വസ്റ്റ്യനുമായിട്ട് വിൽ സീ. താങ്ക് യു.